ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്പിരിച്വൽ ജേർണിയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് എത്രമാത്രം പ്രോഗ്രസ് ആയെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്കിനെ സ്വയം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ആയിട്ടുണ്ടോ, നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ലൈഫിൽ വരുമ്പം നിങ്ങൾ ഇന്ന പീസ് ഇന്ന ബാലൻസ് എങ്ങനെയാണ് ഉള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഒരു പ്രശ്നം വരുന്ന ജസ്റ്റ് തിങ്ക്, എൻ്റെ ഉള്ളിൽ എന്ത് ഇമോഷനാണ് വരുന്നത്? ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ടോ, അല്ല ഭയങ്കര നമുക്ക് വിഷമം വരുന്നോ, കരച്ചിൽ വരുന്നോ, എന്നാലും ദൈവമേ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത്, എന്തിനാ എനിക്ക് ഇങ്ങനെ വിഷമം തീരുന്നില്ല, ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ സ്പിരിച്വൽ ഗ്രോത്ത് ഇസ് വെരി വീക്ക്. ബിക്കോസ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന, യോഗാസ് ചെയ്യുന്ന, മെഡിറ്റേഷൻ ചെയ്യുന്ന, റിച്വൽസ് ചെയ്യുന്ന, എന്നിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രമാത്രം ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങളെ ലൈഫിലേക്ക് എത്തുന്നില്ല, നിങ്ങളെ ഓറയിലേക്ക് എത്തുന്നില്ല, അതിന് ബ്ലോക്കേജ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു പ്രശ്നം വരുമ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങൾ ഇന്നർ പീസ് എന്തുമാത്രം ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ് ആവാണ്ട് ഓക്കെ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ഫൈൻ, എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ ഹാവ് ദ ഡിവൈൻ ഗ്രേസ്, ഐ ഹാവ് ദ ഡിവൈൻ ബ്ലേസ്, ഞാനത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈൻ ഞാനത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു നല്ല കൂളായിട്ട് നിങ്ങൾ അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വളരെ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഒട്ടും സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ല എന്നാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് സോൾട്ട് ബാത്ത് എവറി ഡേ. എന്താ വെച്ചാൽ എന്തോ ഒരു എനർജി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യം ചെയ്യുന്നത്, പക്ഷെ ആ ഒരു എനർജി, ആ ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തോ ഒരു നെഗറ്റീവ് എനർജി, ചിലപ്പം കാർമിക് ദോഷമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും താന്ത്രിക്കാവാം, അല്ലെങ്കിൽ ഈവിളായി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളിൽ ഓവറായിട്ട് നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ പ്രാക്ടീസിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്താത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡെയിലി നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു പിടി കല്ലുപ്പ് എടുത്ത് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ പറയാം ക്ലൻസ് ആൻഡ് ചാർജ്, പ്യൂരിഫൈ ചെയ്യാം. ബിക്കോസ് ഏറ്റവും ഈ സോൾട്ട്, ഉപ്പിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവം നമുക്ക് സ്പിരിച്വലിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉപ്പ് യൂസ് ചെയ്താൽ നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പ്യൂരിഫിക്കേഷനും പ്രൊട്ടക്ഷനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉപ്പ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് കുളിക്കുമ്പോൾ നമ്മളെ പ്യൂരിഫിക്കേഷൻ നടത്തും, നമ്മൾ ശുദ്ധിയാവും, അതേപോലെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ശുദ്ധിയാവുമ്പോൾ തന്നെ എന്താണോ ആ നെഗറ്റീവ് ഓറ, നെഗറ്റീവ് എനർജി നമ്മുടെ ബ്ലോക്കേജ് ചെയ്യുന്നത്, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നമ്മൾ ബ്ലോക്കേജ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അതേപോലെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് വാട്ടർ ഇസ് എ വെരി പവർഫുൾ യൂണിവേഴ്സൽ പവർ എൻറ്റിറ്റി ആണ് വാട്ടർ. വാട്ടറിൻ്റെ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യം സാധിക്കും. നമ്മൾ വെള്ളത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ ആ വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ ആ വെള്ളത്തിനെ കൊണ്ട് നമ്മൾ കുളിച്ചാൽ നമുക്ക് വളരെ വേഗം നമുക്ക് കാര്യസാധ്യം, നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു പവർഫുൾ ഡിവൈൻ എൻറ്റിറ്റിയാണ് വാട്ടർ. സോ വാട്ടറും സോൾട്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാം, ഇറ്റ്സ് എ വെരി പവർഫുൾ തിങ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് വളരെ വീക്കാണെങ്കിൽ ടേക്ക് സോൾട്ട് വാട്ടർ ബാത്ത് ഡെയിലി ചെയ്ത്. സോൾട്ട് വാട്ടർ ബാത്ത് ഡെയിലി ചെയ്താൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് ഓറ, നെഗറ്റീവ് എനർജി നിങ്ങൾ ഓറയിൽ നിന്ന് വളരെ വേഗം ക്ലിയർ ആക്കാൻ പറ്റും. നെഗറ്റീവ് എനർജി ക്ലിയർ ആക്കിയാൽ വാട്ട് വിൽ ഹാപ്പൻ, യു ക്യാൻ റിസീവ് ദ പോസിറ്റീവ് എനർജി, ഡിവൈൻ എനർജി ഇൻ ടു യുവർ വെരി ഫാസ്റ്റ്. സോ ഡു ദിസ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.